ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നീ സംവിധായകരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പുലർച്ചെ പിടിയിലായത്. 2 സംവിധായകരെയും ജാമ്യത്തിൽ വിട്ടു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാഹിദ് മുഹമ്മദ് എന്നയാൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. സംവിധായകരും ക്യാമറാമാനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കേസിൽ സമീർ താഹിറിനെ വിളിപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആദ്യം നമ്മൾ ചില പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TM മജു ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് കേൾക്കാം. അവിടുന്ന് നമുക്കൊരു 1.65 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്ങും ക്രഷ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം അവിടുന്ന് ലഭിക്കുകയുണ്ടായി. ഈ NDPS ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഓഫൻസാണത്. അതുകൊണ്ട് മാത്രമല്ല, ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. ആ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. പ്രോസസ്സിനുള്ള ലീഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് ഗഞ്ചാവ് എവിടുന്നാണ് അവർ കൊണ്ടുവന്നുള്ളത് സംബന്ധിച്ച് ലീഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളതിന് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തുന്നതാണ്. ആലപ്പുഴ ഗഞ്ചാവ് കേസുമായിട്ടൊരു ഒരു അടുപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നമുക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ അന്വേഷണം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഫെഫ്കയുടെ നിർദ്ദേശപ്രകാരം ഡയറക്ടേഴ്സ് യൂണിയൻ സസ്പെൻഡ് ചെയ്തു. നടപടിയിൽ വലിപ്പച്ചെറുപ്പമില്ലെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ 24നോട് പറഞ്ഞു. ലഹരിക്കെതിരായ നടപടിയിൽ ഫെഫ്കയുടെ നടപടിക്കൊപ്പമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും അറിയിച്ചു. ഞങ്ങളുടെ പ്രതിനിധികളിലേക്കാണ് പോകുന്നത്. റാഫി കരീം, വിഷ്ണു സുരേഷ്, അശ്വിൻ പാലാഴി എന്നിവർ. ആദ്യം പോകുന്നത് റാഫി കരീമിലേക്കാണ്. റാഫി, ഈ വാർത്ത 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. ലഹരി എത്രത്തോളം സിനിമാ മേഖലയെ പിടിമുറുക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ എത്രയോ നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. അതിലേറ്റവും ഒടുവിലായാണ് ഇന്ന് പുലർച്ചെ ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായത്. അതിൽ 2 പ്രധാനപ്പെട്ട സംവിധായകർ, ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സൂപ്പർ ഹിറ്റ് സംവിധായകർ, യുവതലമുറ സംവിധായകർ എന്ന് പറയാവുന്ന 2 പേർ, ഒപ്പം ഒരു സഹായി കൂടിയുണ്ട്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു അല്ലേ? തീർച്ചയായും. രാത്രി 1 മണിയോട് കൂടിയാണ് ഈ പരിശോധന എക്സൈസ് സംഘം ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിൽ നടത്തുന്നത്. 5ാം നിലയിലെ 506 മുറിയിലായിരുന്നു ഈ പരിശോധന നടന്നത്. ഈ 506 മുറി മാസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള, സംവിധായകനും ക്യാമറാമാനുമായ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഫ്ളാറ്റ് എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ നിരീക്ഷണത്തിന് ശേഷമാണ് വളരെ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി 1 മണിയോടെ എക്സൈസ് സംഘം എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ഈ പരിശോധനയിലാണ് ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന യുവ സംവിധായകന്മാരായ ഹിറ്റ് മേക്കേഴ്സായ 2 പേരെ എക്സൈസ് സംഘത്തിന് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവോടുകൂടി പിടികൂടാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയും, ഇവരോടൊപ്പം ഷാലിഫ് മുഹമ്മദ് എന്നൊരു സഹായി കൂടി ഉണ്ടായിരുന്നു. ഇയാൾക്ക് സിനിമാ മേഖലയിൽ മറ്റു ബന്ധങ്ങളില്ല എന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ 3 പേരെയാണ് 1.65 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവർ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് മുൻപാണ് എക്സൈസ് പിടികൂടിയത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. പിന്നെ ഒപ്പം തന്നെ ഇവർ ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ 2:30 ശേഷമാണ്, വെളുപ്പിന് 2:30 ശേഷമാണ് കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ, അത് ഇനിയുള്ള അന്വേഷണത്തിന്, ഇനിയുള്ള ലഹരി വേട്ടയ്ക്ക്, ഈ സിനിമാ മേഖലയിലേക്കുള്ള ലഹരി വ്യാപനത്തിൻ്റെ വഴികൾ അടയ്ക്കുന്നതിന്, അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് എക്സൈസിന് ഏറെ സഹായകമാകുന്ന വിവരങ്ങളാണ് ഈ ഖാലിദ് റഹ്മാനിൽ നിന്നും അഷ്റഫ് ഹംസയിൽ നിന്നും എല്ലാം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങളായി ലഹരി ഉപയോഗം നടത്താറുണ്ട് എന്ന് ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് എക്സൈസിന് മുന്നിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കാറില്ല, കഞ്ചാവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എക്സൈസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് എക്സൈസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന നടത്തും. ഒപ്പം തന്നെ ഈ ലഹരി എത്തിച്ചത് ആരാണ്, ഈ ലഹരിയുടെ വഴി എന്താണ്, ഈ വിവരങ്ങളും ഈ ഖാലിദ് റഹ്മാൻ അടക്കമുള്ളവർ എക്സൈസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിവരങ്ങളായിരുന്നു ഇവർക്ക് ഈ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഇനിയുള്ള അന്വേഷണത്തിൽ ഈ കഞ്ചാവിൻ്റെ റൂട്ട് എവിടെയാണ്, ഈ കഞ്ചാവിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള
കാര്യങ്ങളിലെല്ലാം തന്നെ എക്സൈസിന് വ്യക്തത വരുത്താൻ കഴിയും. അത് ഒരു വലിയ അന്വേഷണമായി മാറുകയും ചെയ്യും. കാരണം സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് എക്സൈസ് കടക്കുമെന്നതിൽ സംശയമില്ല. മറ്റ് പ്രതിനിധികൾ കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ചില നടപടികളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഡയറക്ടേഴ്സ് യൂണിയൻ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ സിബി മലയിലിന്റെ പ്രതികരണം. ഇത്തരം പ്രതികരണങ്ങളൊക്കെ നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, ഖാലിദ് റഹ്മാനൊപ്പം അഷ്റഫ് ഹംസ മലയാള സിനിമയിലെ സമീപകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ആളുകളാണ്. ഇവരുടെ ഭാഗത്തു നിന്നാണ് ഇന്ന് പുലർച്ചെ ഈ കഞ്ചാവ് പിടിച്ച വാർത്ത പുറത്തെത്തുന്നത്. അത് പുറത്തെത്തി അധികം വൈകാതെ തന്നെ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. കഴിഞ്ഞ സമീപ നാളുകളിലൊന്നും ഇങ്ങനെയൊരു ദ്രുതഗതിയിലുള്ള നടപടി സിനിമാ സംഘടനകളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇരുവരെയും സസ്പെൻഡ് ചെയ്യാൻ ഈ വാർത്ത വന്നതിന് പിന്നാലെ, കേസ് എടുത്തതിന് പിന്നാലെ തന്നെ ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ ഡയറക്ടേഴ്സ് യൂണിയൻ നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ തന്നെ 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഫെഫ്കയുടെ നടപടി വരികയും ചെയ്തു. അതിൻ്റെ ഉത്തരവ്, അതായത് സസ്പെൻഷൻ ഓർഡർ 2 സംവിധായകർക്കും ഇമെയിലായി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുകൊണ്ടും നടപടികൾ നിർത്താൻ സിനിമാ സംഘടന, പ്രത്യേകിച്ച് ഫെഫ്ക തയ്യാറാകുന്നില്ല. കൂടുതൽ കർശന നടപടികളിലേക്ക് പോകാനാണ് ഫെഫ്കയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണറുമൊക്കെയായി ഒരു കൂടിക്കാഴ്ച ഫെഫ്ക നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സിനിമാ സെറ്റുകളിലേക്ക് ഏത് നിമിഷവും എക്സൈസിന് നിർഭയം അല്ലെങ്കിൽ ഒരു പരിധിയുമില്ലാതെ കയറി വരാം എന്നുള്ളൊരു ഒരു സഹകരണം, ആ പരിശോധനകൾക്കുള്ള പൂർണ്ണ സഹകരണം ഫെഫ്ക നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിവരങ്ങൾ കിട്ടിയാൽ ആരുടെയും അനുവാദമില്ലാതെ സിനിമാ സെറ്റുകളിൽ പൂർണ്ണമായും പരിശോധിക്കാനുള്ള ഒരു പിന്തുണ അത് ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് എക്സൈസിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോൾ വിവരം കിട്ടിയാലും അപ്പോൾ തന്നെ ഈ സിനിമാ സെറ്റുകളിലേക്ക് പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പ് കൂടി എക്സൈസ് നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ എക്സൈസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഫെഫ്കയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കമ്മീഷൻ എല്ലാ സിനിമാ സെറ്റുകളിലും ഇനി ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് സിബി മലയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 2 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം സിനിമാ മേഖലയിൽ വ്യാപകമാകുന്ന സിന്തറ്റിക് ഡ്രഗ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സിനിമാ സെറ്റുകൾക്കുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഫെഫ്ക ഒരു കമ്മിറ്റിയെ കൂടി രൂപീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഫെഫ്കയുടെ ജനറൽ ബോഡി കൂടാനാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ ഈ തീരുമാനത്തിലേക്ക് പോകും. കൂടുതൽ കർശനമായ നടപടികൾ സിനിമാ മേഖലയ്ക്കുള്ളിൽ സിനിമാ സംഘടനകൾ തന്നെ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അനുജ, അതാണ് സിനിമാ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് ഈ 2 സംവിധായകരെയും പുറത്താക്കിയിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഫെഫ്കയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. വിഷ്ണു സുരേഷിലേക്ക് കൂടി പോവുകയാണ്. വിഷ്ണു, എക്സൈസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പിറകെയുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് പുലർച്ചെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന ഈ വീട് ഇത്തരം ഒരു താവളമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന നടന്നത്? ഇത് വാടകയ്ക്കെടുത്ത് സിനിമാ ആലോചനകൾക്കും ചർച്ചകൾക്കുമൊക്കെയായി ഇവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരിടം എന്ന തരത്തിലേക്ക്, പക്ഷേ അവിടെ ലഹരി ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൊരു 3-ാമൻ പിടിയിലായിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഫ്ളാറ്റിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം ചെന്നെത്തും എന്നാണോ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന? എന്താണ്? അനുജ, കഴിഞ്ഞ 3 മാസമായി ഈ ഫ്ളാറ്റ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 2 മാസം മുമ്പ് ഒരു പരിശോധന ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് എക്സൈസിന്റെ ഇതേ സംഘം തന്നെ നടത്തിയിരുന്നു. അന്ന് ഈ അഷ്റഫ് ഹംസ അടക്കമുള്ള ആളുകൾ ആ ഫ്ളാറ്റിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് എക്സൈസിന് ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ഈ അഷ്റഫ് ഹംസ അടക്കമുള്ള ആളുകളോട് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു, ലഹരി വസ്തുക്കൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിർത്തണം, അത് ശരിയല്ല എന്നുള്ള കാര്യമൊക്കെ നൽകിയ ഒരു ഉപദേശമൊക്കെ നൽകിയാണ് അന്ന് എക്സൈസ് സംഘം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഇന്നലെ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ്, പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കുന്നു. അവർ കൃത്യമായി ഏകദേശം 1:30 ഈ ഫ്ളാറ്റിന്റെ പരിസരത്തേക്ക് എത്തി. ആ സംഘത്തിലുള്ള ആളുകൾ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ഇത് സിനിമാ സംവിധായകരാണ് എന്നുള്ള കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇവരെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഖാലിദ് റഹ്മാൻ പറയുന്നത്, ഞാൻ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമയിലും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലിറങ്ങിയ ആലപ്പുഴ ജിംഖാന പോലുള്ള സിനിമയുടെ സംവിധായകനാണെന്ന് പറയുന്നു. അഷ്റഫ് ഹംസയെ ചോദ്യം ചെയ്യുമ്പോഴും അയാളും സമാനമായ രീതിയിൽ അദ്ദേഹം ചെയ്ത സിനിമയുടെ വിശദാംശങ്ങളൊക്കെ പറയും. അങ്ങനെ ഇതൊരു വലിയ ക്യാച്ചാണെന്ന് പിന്നീടാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. സിനിമാക്കാരാണെന്ന് മാത്രമാണ് ഇവർക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അന്വേഷണം കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എക്സൈസ് സംഘം എത്തിയിരിക്കുന്നു. 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നതിനപ്പുറത്തേക്ക് ഇത് സിനിമാ മേഖലയുമായി കണക്ട് ചെയ്ത്
കൂടുതൽ പേരിലേക്ക് എത്താനും കൂടുതൽ അറസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഈ കേസിന്റെ അടുത്ത ഘട്ടം അത് ഈ ഫ്ളാറ്റിന്റെ ഉടമ അല്ലെങ്കിൽ ഫ്ളാറ്റ് നിലവിൽ വാടകയ്ക്കെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തെ നോട്ടീസ് നൽകി വിളിപ്പിക്കും. NDPS ആക്ട് പ്രകാരം ഇത് സൂക്ഷിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ഉടമയും ഈ കേസിൽ കുറ്റക്കാരനാണ്. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി അയാൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. എന്നാൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇത് ഏതെങ്കിലും തരത്തിൽ ഡിസ്കഷന് വിളിച്ചു വരുത്തിയ ശേഷം ഇവർ സ്വമേധയാ ഉപയോഗിച്ചതാണോ അതല്ലെങ്കിൽ ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന കാര്യം സമീർ താഹിറിന് അറിയുമോ, ഈ രണ്ട് കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും സമീർ താഹിറിനെ ഇതിൽ പ്രതി ചേർക്കുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുക. ഒപ്പം ഈ സമീർ താഹിറിനെ ചോദ്യം ചെയ്ത ശേഷം ഖാലിദ് റഹ്മാനെയും അഷറഫ് ഹംസയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനവും എക്സൈസ് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. നേരത്തെ തസ്ലീമ അടക്കമുള്ള ആളുകൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരും ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടാണ് പിടികൂടിയത്. അതുകൊണ്ട് ഈ സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ടോ ആലപ്പുഴയിലെ സംഘം എന്നുള്ളതുമായി ബന്ധപ്പെട്ടും എക്സൈസ് സംഘം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. എക്സൈസ് ഇതൊരു 1.5 ഗ്രാം കഞ്ചാവ് കേസായി മാത്രമല്ല കണക്കാക്കുന്നത്, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നീക്കത്തിലുണ്ടായ ഒരു അറസ്റ്റായി ഇതിനെ കണക്കാക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ചേർന്ന് പിടികൂടുന്ന 8ാമത്തെ കേസാണിത്. അതിൽ ഏറ്റവും നിർണായകമായ ഏറ്റവും ഒരു ബിഗ് ക്യാച്ച് അല്ലെങ്കിൽ ഒരു ബിഗ് ഫിഷ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റ് കൂടിയായി മാറുന്നു എക്സൈസിന്റെ ഈ നീക്കം. ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അടുത്ത ഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനും ഛായാഗ്രഹനുമായ സമീർ താഹിർ എക്സൈസിന് മുൻപിലേക്ക് എത്തി ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും. ഒരു പക്ഷേ സമീർ താഹിറിനെ പ്രതി ചേർക്കാനുള്ള സാധ്യതയും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അനുജ, ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നീ 2 സംവിധായകർ, ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ പുറത്തു കൊണ്ടുവന്ന 2 സംവിധായകരാണ് ലഹരി ഉപയോഗിക്കാൻ ഒരുങ്ങുന്നതിനിടെ ഇന്ന് പുലർച്ചെ എക്സൈസിന്റെ പിടിയിലായത്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധന നടത്തി ഇവരെ പിടിയിൽ ആക്കുകയായിരുന്നു. എന്നാൽ ഈ വാണിജ്യ അളവിലുള്ള കഞ്ചാവ് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ഇവരെ പിടികൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനിലേക്കും അന്വേഷണം നീളുകയാണ്. അദ്ദേഹവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്, ഛായാഗ്രാഹകനാണ്. അത്തരത്തിൽ അന്വേഷണം നീളുകയാണ്.